ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ നിലവിൽ സുഖമായിരിക്കുന്നു. ഇന്ന് കുറച്ച് ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ ഭാഗത്തുള്ള കുറച്ച് ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളും ഒപ്പം പ്രവാസം എന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറച്ചധികം കാര്യങ്ങളുമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പ്രവാസി എന്ന ആ മൂന്നക്ഷരം നമുക്ക് ഒരിക്കലും ആ വാക്കിൻ്റെ വേദനയും വിഷമങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു പ്രവാസിയായി തീരണം. അത് സ്വന്തം അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. പലപ്പോഴും ഇങ്ങനെ പ്രവാസികളെ കുറിച്ചുള്ള വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരുമ്പോൾ എനിക്കത് വലിയ ഫീലിങ്സ് ഒന്നും വരില്ലായിരുന്നു. പ്രവാസി അതിപ്പോൾ എന്നെ അവർ കാശുണ്ടാക്കാൻ പോയി കിടക്കുകയല്ലേ എന്നുള്ളതായിരുന്നു ഈവൻ എൻ്റെയും മാനസികമായ ചിന്ത. പിന്നെ അവർക്ക് ഇഷ്ടം പോലെ കാശുണ്ട്. പക്ഷേ ഈ പ്രവാസിയായ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ എത്രയാണെന്ന് ഒരിക്കലും നമുക്ക് നാട്ടിൽ നിന്നാൽ മനസ്സിലാവില്ല. അതിവിടെ വന്ന് തന്നെ അനുഭവിക്കണം കേട്ടോ. ശരിയാണ്, അവരൊറ്റ കാര്യത്തിൽ ഇവിടെ സേഫാണ്. പണം. നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതിൽ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ളൊരു ഭദ്രത അവരുടെ കുടുംബത്തിനുണ്ടാകും. പക്ഷേ ഈ പ്രവാസിയാവാൻ വന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആളുടെ ആയുസ്സും ആരോഗ്യവും അതുപോലെ നാട്ടിൽ ചിലവഴിക്കേണ്ട നല്ല സമയങ്ങളും നഷ്ടപ്പെടുകയാണ്. കുടുംബത്തിൻ്റെ എനിക്ക് തോന്നുന്നു കൂടുതലും പ്രവാസി അവൻ ആഗ്രഹിച്ച് കയറി വരുന്നവർ മുക്കാൽ പേരും സാമ്പത്തികമായി അല്ലെങ്കിൽ പൈസയുടെ ലഭ്യതക്കുറവ് മൂലം അല്ലെങ്കിൽ പൈസ ഇല്ലാണ്ട് വന്നത് മൂലം നാട്ടിൽ ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിച്ചിട്ടുണ്ടാവരാവാം. അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡായി ഒരുപാട് കടം തലയിൽ കയറിയവരാവാം. അല്ലെങ്കിൽ ചിലരുണ്ട് അത്യാവശ്യം സെറ്റിലായിട്ടുള്ള കുടുംബമാണെങ്കിലും സെൽഫായിട്ട് കുറച്ചുണ്ടാക്കണം. അല്ലെങ്കിൽ എനിക്ക് അപ്പൻ്റെ അമ്മയുടെ സ്വത്തിനെ അത് വേണ്ട, എനിക്ക് എൻ്റേതായൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണമെന്ന് ഓർത്തിട്ട് അങ്ങനെ കയറി വന്നവരുണ്ടാവാം. പക്ഷേ ഇതിൽ കൂടുതൽ ശതമാനവും എനിക്ക് തോന്നുന്നൊരു 85% മുകളിൽ ആൾക്കാരും കയറി വന്നിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ 2 റീസൺ ആവാം. ഒന്ന്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അലട്ടുന്നത് കൊണ്ട് വെളിയിൽ പോയി ഒന്ന് രക്ഷപ്പെടണം, തൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിച്ചാണ് വരുന്നത്. അവരുടെ ഇപ്പോൾ ടീനേജുകളാണെങ്കിൽ അവരുടെ ശരിക്കുള്ള നാട്ടിലടിച്ച് പൊളിക്കേണ്ട സമയങ്ങൾ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവർ അവരുടെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട സമയങ്ങൾ. ഈവൻ എൻ്റെ കൂടെ ഇസ്രായേലിലേക്ക് കയറി വന്ന പല ചേച്ചിമാരുടെയും മക്കൾ 1 വയസ്സ് 1.5 വയസ്സ് അങ്ങനെയൊക്കെ. അപ്പം അവർ ഓർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊരു പേരൻസിനെ ഒരുപാട് ഇപ്പോഴത്തെ ഒരു കാലം വെച്ചിട്ട് നമ്മുടെ കുട്ടികളുടെ കൂടെ നിൽക്കണം എന്ന് പറയില്ലേ, അല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ പറയും. കാരണം നമ്മൾ പഴയ കാലമല്ല, നമ്മൾ ജീവിച്ച കാലമൊന്നുമല്ല. അപ്പോൾ അവരുടെ ആ ഒരു സമയമാകുമ്പോൾ തിരിച്ചു പോകാം. അതുകൊണ്ടാണ് ഈ കുഞ്ഞു മക്കളൊക്കെ വെച്ച് കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ സഹിച്ചിട്ടാണ് ഇവിടുത്തെ മുക്കാലധികം പ്രവാസികൾ നിൽക്കുന്നത്. നിങ്ങളിടയ്ക്ക് പ്രവാസികളായ ആൾക്കാരെ വിളിക്കുക, വിശേഷങ്ങൾ അന്വേഷിക്കുക, അവർ ഭക്ഷണം കഴിച്ചോ, അവർക്ക് ഭക്ഷണം ലഭ്യമായിട്ട് കിട്ടുന്നുണ്ടോ, എന്തുണ്ട് വിശേഷം, സുഖമാണോ, ഒന്ന് വിളിച്ചന്വേഷിക്കണം കേട്ടോ. കാരണം ഒരിക്കലും അവർക്ക് നാട്ടിൽ നിന്ന് വരുന്നൊരു കോള് അല്ലെങ്കിൽ അവരോട് സ്നേഹത്തോട് സംസാരിക്കുന്ന ആ ഒരു രീതിയിലുള്ള കേസുകളൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഇടയ്ക്കൊന്ന് വിളിച്ചാൽ മതി, എന്നും വിളിക്കണ്ട, അവർക്കും വിളിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പം കൂടുതൽ വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ വരാം. ടാറ്റാ.